അങ്ങനെ ലാലേട്ടൻ നമ്മുടെ അക്ബറിന് 7ൻ്റെ പണി കൊടുത്തു കഴിഞ്ഞു. ഈ ചാനലിൽ മുമ്പിട്ടൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, ഈ ആഴ്ച ലാലേട്ടൻ അക്ബറിനെ പിടിച്ചു കൊടയും, അക്ബറിൻ്റെ ഈ ദേഷ്യം പിടിച്ചു കെട്ടാൻ ലാലേട്ടനെ കഴിയൂ എന്ന് പറഞ്ഞതാണ്. അത് അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുന്ന രീതിയിലുള്ള പെർഫോമൻസാണ് ഇന്ന് ലാലേട്ടൻ ബിഗ് ബോസ് വേദിയിൽ നടത്തിയത്. ആദ്യമേ അക്ബറിനെ കൊണ്ട് കഴിഞ്ഞൊരാഴ്ച അവിടെ അക്ബർ നടത്തിയിട്ടുള്ള പ്രകടനങ്ങൾ എന്താണെന്ന് ചോദിച്ചു. അതിനുശേഷം അയാൾ അവിടെ കാണിച്ചിട്ടുള്ള പരിപാടികളെല്ലാം വീഡിയോയിൽ കാണിച്ചു. അതായത് നമ്മുടെ അനീഷിനെ തലയണെടുത്തെറിയുന്നത്, രനാ ഫാത്തിമയോടൊക്കെ മോശമായി അങ്ങനെ ഒരുപാട് അനുമോളുടെ മോശമായി സംസാരിക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അക്ബർ കഴിഞ്ഞൊരാഴ്ചയായി ആ വീട്ടിൽ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ലാലേട്ടൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നു ചൂടായിക്കൊണ്ട്. നിങ്ങൾ വീട്ടിൽ ഇങ്ങനെയാണോ? വീട്ടിൽ ഇത്തരം ഭാഷകളാണോ ഉപയോഗിക്കുന്നത്? ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ദേഷ്യം വന്നാൽ വീട്ടിൽ എന്ത് ചെയ്യുമെന്നൊക്കെ ഭയങ്കരമായി അക്ബറിന് തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ ലാലേട്ടൻ അമ്മാതിരി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അക്ബറിനോട് നേരെ പറയുന്നു, കൺഫെക്ഷൻ റൂമിലേക്ക് പോകൂ. അപ്പോൾ കൺഫെക്ഷൻ റൂമിൽ കരയാറായിരിക്കുന്ന അക്ബറിനെ കാത്തിരുന്നത് അക്ബറിൻ്റെ ഉമ്മയുടെ ശബ്ദമാണ്. അത് കേട്ടതോടുകൂടി അക്ബറിന് ഇമോഷൻസ് സഹിക്കാൻ പറ്റാതെ, വികാരങ്ങൾ സഹിക്കാൻ പറ്റാതെ പൊട്ടി പൊട്ടി കരയുന്നൊരു കാഴ്ചയും നമ്മൾ ബിഗ് ബോസിൽ കാണുന്നുണ്ട്. കൺഫെക്ഷൻ റൂമിലിരുന്ന് അക്ബർ കരയുകയാണ്. അപ്പോൾ അക്ബറിൻ്റെ ഉമ്മ പറയുന്നുണ്ട്, മോനെ നീ നിൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യണം, നീ ഇങ്ങനെയല്ലല്ലോ വീട്ടിൽ, പിന്നെ നിനക്ക് അവിടെ എന്ത് പറ്റി, നീ ദേഷ്യം കൺട്രോൾ ചെയ്ത് കളിക്കണം, ഇത് കണ്ടിട്ട് ഉമ്മയ്ക്ക് പേടിയാവും എന്നൊക്കെ പറഞ്ഞ് അക്ബറിനെ മാനസികമായി തളർത്താനുള്ളൊരു പരിപാടി കൂടിയാണ് ബിഗ് ബോസ് ഇതുവഴി ഉദ്ദേശിച്ചത്. അപ്പോൾ അതോടുകൂടി അക്ബർ ആകപ്പാടെ ഡൗൺ ആയിട്ടുണ്ട്. കാര്യം അക്ബർ ഇനി ഒരിക്കലും കഴിഞ്ഞൊരാഴ്ച കാണിച്ചതുപോലെ കാണിക്കില്ല എന്നാണ് പറയുന്നത്. അത് ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്. എന്തായാലും ഇത് എപ്പിസോഡ് അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ എപ്പിസോഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പിസോഡ് കാണാത്ത പുറത്തുള്ള ഔട്ട്സൈഡ് ഇന്ത്യയുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ വിവരം ഇപ്പോൾ പങ്കുവച്ചത്. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.